بسم الله الرحمن الرحيم. الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1390 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 48-49 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي يرسل الرياح فتثير سحابا ويبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 48-49 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കാറ്റുകളെ സന്തോഷ വാർത്ത കൊണ്ടുവരുന്നവയാക്കി അത് മുഖേന അള്ളാഹുവിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ നമുക്ക് എത്തിച്ചു തരുന്നതും വളരെ വൈവിധ്യമുള്ള ആവശ്യങ്ങൾക്കായിട്ട് കാറ്റുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താനാവുന്നതും അള്ളാഹുവിന്റെ അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. കാറ്റുകൾ വ്യത്യസ്ത വിധത്തിലുള്ളത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത ദിശകളിലേക്ക് അതുപോലെ വ്യത്യസ്ത ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള കാറ്റുകൾ, ഇതൊക്കെയും തന്നെ പ്രകൃതിയിലെ ഈ പ്രപഞ്ച സംവിധാനത്തിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന് എല്ലാം സമഗ്രമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം നടക്കുമ്പോൾ അവര് അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് അത് ജനങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ, ചില ബയ്യിനാത്തുകൾ കൊടുത്തുവിടുന്നുണ്ട്. ഈ രണ്ട് സംഗതികളും, പ്രപഞ്ചത്തിലെ ഈ ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാര് അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക്
അവരെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകാൻ വേണ്ടി കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ഈ രണ്ട് വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും ചേർത്ത് കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും സത്യം കണ്ടെത്താൻ അത് മുഖേന അവർക്ക് സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തില് അവരൊക്കെയും തന്നെ ദൈവികമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 2 ആയത്തുകൾ 48, 49 ആയത്തുകളിൽ കാറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേറെ ചില കാര്യങ്ങളും ഈ പ്രാപഞ്ചിക സംവിധാനത്തിലും പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലുമൊക്കെയുള്ള കാറ്റിന്റെ ഇടപെടലിനെ പരാമർശിക്കുന്നതായിട്ട് കാണാം. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ, കാറ്റുകളെ അയച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ തുടങ്ങുന്നത്. 2 ആയത്തുകൾ മുകളില് വലഖദ് വമിൻ ആയാതിഹി അൻ യുർസില റിയാഹ എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റുകളെ പരാമർശിച്ച് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഇവിടെ വീണ്ടും കാറ്റുകള് അല്ലാഹു തന്നെയാണ് അവയെ അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നത്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ. അപ്പൊ കാറ്റുകൾക്ക് ഒരു ഗതിയുണ്ട്, ദിശയുണ്ട്, അതിന് ഒരു പ്രഭവസ്ഥാനമുണ്ട് എന്നതൊക്കെ നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രകൃതി സംവിധാനത്തിൽ കാറ്റുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റോളും ഈ കാലാവസ്ഥയെ നിർണയിക്കുന്നതിലും അതുപോലെ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ ഏറ്റവും ആവശ്യമായ പല സംഗതികളും ഉണ്ടാവുന്നതിനും ഒക്കെ കാറ്റുകളുടെ ഈ വിധത്തില് നിയന്ത്രിക്കപ്പെടുന്നതും കാറ്റുകളെ ദിശ തിരിച്ചു വിടുന്നതും ഒക്കെ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അത് ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ നിർണായകമായൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രകൃതിയെ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് അത് ബോധ്യപ്പെടും. നമ്മൾ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തില് മഴയെക്കുറിച്ചും കാറ്റിന്റെ വേഗതയെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ പറയാൻ കഴിയുന്ന വിധത്തില് അത്തരം പഠന മേഖലകൾ വികസിച്ചിട്ടുണ്ട്. അത്തരം സംഗതികളുടെ പുറകിലുള്ള ദൈവികമായ ആസൂത്രണത്തെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ, കാറ്റുകളെ അയക്കുന്നത് അള്ളാഹു തന്നെയാണ്. ഫതുസീറു സഹാബ, എന്നിട്ടത് മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് കോൺസെൻട്രേറ്റഡ് ആയി തങ്ങി നിൽക്കുന്ന മേഘങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ച ദിശകളിലേക്കായിട്ട് ഇളക്കി വിടുന്നത് ഈ കാറ്റുകളാണ്. കാറ്റുകൾ മുഖേനയാണ് അള്ളാഹു മേഘങ്ങളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മേഘങ്ങളുടെ ഈ സ്കാറ്ററിംഗ് എന്നൊരു സംഗതി നിർവഹിക്കുന്നത്. അതിന് അള്ളാഹുവിന് കൃത്യമായൊരു ആസൂത്രണവും പദ്ധതിയും ഒക്കെ ഉണ്ട്. അപ്പൊ കാറ്റുകളെ അയക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു ആകുന്നു. ഫതുസീറു സഹാബ, എന്നിട്ട് അതുവഴി അവൻ മേഘങ്ങളെ വ്യാപിപ്പിക്കുന്നു, മേഘങ്ങളെ ഇളക്കി വിടുന്നു. മഴ പെയ്യുന്നത് അള്ളാഹു നിർണയിച്ച അനുപാതത്തിലാണ്. നമുക്കറിയാതെ ചിലപ്പോൾ നമ്മളുടെ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നു, വേറെ ചില ഘട്ടത്തിൽ വളരെ നേർത്ത മഴ മാത്രമാകുന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്ന മഴ ഒന്നാകെ നമ്മളുടെ ഇടത്തിൽ തന്നെയാണ് പെയ്യുന്നതെങ്കിൽ
അത് വലിയ ദുരന്തം ഉണ്ടാക്കി വെക്കും. അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിർണയിച്ച ഒരു പ്രത്യേക അനുപാതത്തിലാണ് എല്ലായിടങ്ങളിലും മഴ പെയ്യുന്നത്. അതിന് അതിൻ്റെതായ അള്ളാഹു നിശ്ചയിച്ച ഒരു സന്തുലിതത്വം ഉണ്ട്. ആ സന്തുലിതത്വം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്ന, നമ്മൾ കരുതിയ പോലെയൊന്നുമല്ല. അള്ളാഹു വേറെ പല ഫാക്ടേഴ്സും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സന്തുലിതത്വവും അല്ലെങ്കിൽ മഴയുടെ അളവ് നിർണയിക്കുകയൊക്കെ ചെയ്യുന്നത്. മഴ 100% അനുഗ്രഹമായ വിധത്തിൽ നമുക്ക് ലഭിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ വലിയ പരീക്ഷണവുമായി മാറുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ മഴയുടെ അളവ് നന്നേ കുറഞ്ഞു പോകുന്നത് കാരണമായിട്ടുള്ള പ്രയാസങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നതെങ്കിൽ, വേറെ ചിലപ്പോ മഴയുടെ അളവ് വളരെ കൂടുതലായി പോകുന്നതുകൊണ്ടുള്ള ദുരിതങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരിക. അതും അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നത് കാണാൻ സാധിക്കും. കാരണം അതില് അനുഗ്രഹങ്ങളെ പോലെ തന്നെ മനുഷ്യർക്കുള്ള ചില പരീക്ഷണങ്ങളും അടങ്ങിയിട്ടുണ്ട്. മനുഷ്യർ എത്രത്തോളം അള്ളാഹുവിൽ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട്, സഹനം അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരിടും എന്നത് പരീക്ഷിച്ചറിയുന്ന ഒരു കാര്യം അതിലടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ മഴയുടെ തോതും അളവും എത്രത്തോളം വ്യാപ്തിയും ഒക്കെയാണ് അതിനുണ്ടാവുക എന്നുള്ളതൊന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ചില സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കത് പ്രവചിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഏകദേശമൊക്കെ അത് ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ പ്രവചിക്കാറുമുണ്ട്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം, അള്ളാഹുവാണ് മഴയെ കാറ്റുകളെ അയക്കുന്നത്. എന്നിട്ട് ആ കാറ്റുകൾ മുഖേന അവൻ മേഘങ്ങളെ കീറിമുറിച്ച് അല്ലെങ്കിൽ ഇളക്കി വിട്ട് അതിനെ പലയിടങ്ങളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നിർവഹിക്കുന്നത് കാണാം. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബ. സഹാബ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. തുസീറു എന്ന് പറഞ്ഞാൽ അതിനെ ഇളക്കി വിടുക, അതിനെ ഇമ്പാക്ട് ചെയ്യുക എന്നൊക്കെ അത് കാണാൻ കഴിയും. ഫയബ്സുതുഹു ഫിസ്സമാ. എന്നിട്ട് ആ മേഘങ്ങളെ അവൻ ആകാശത്തില് വ്യാപിപ്പിക്കുന്നു. മേഘങ്ങൾ ഒരിടത്ത് കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്നത് കാറ്റ് വീശുന്നില്ലെങ്കിൽ അതങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. അതേസമയത്ത് കാറ്റടിക്കുമ്പോൾ കാറ്റ് നിർണയിക്കുന്ന ഗതിയും അളവും ഒക്കെ അനുസരിച്ചാണ് മേഘങ്ങൾ പല ഭാഗങ്ങളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നതും പിന്നീട് അത് മഴയായിട്ട് വർഷിക്കുന്നതും. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. ചിലയിടത്ത് മഴ നന്നായി ലഭിക്കുന്നു, വേറെ ചിലയിടങ്ങളിൽ മഴ കുറച്ച് മാത്രം ലഭിക്കുന്നു. അതിന് പല കാരണങ്ങളും ശാസ്ത്ര ലോകം നമ്മളോട് പറയുന്നുണ്ടാകും. പക്ഷെ കാരണങ്ങള് പറയുന്നു എന്നതിന്റെ അർത്ഥം അത് ചെയ്യുന്നത് ശാസ്ത്രമാണെന്നല്ല, അല്ല ശാസ്ത്രകാരന്മാരാണ് എന്നല്ല. അത് ഈ പ്രപഞ്ച സംവിധാനത്തില് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്രമീകരണമാണ്. ആ ക്രമീകരണം പല സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വരൾച്ചയുടെയും അതുപോലെ ജലക്ഷാമത്തിന്റെയും ഒക്കെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ തേടുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ട് മഴ വർഷിക്കാറുണ്ട്. അതും ഈ പ്രാപഞ്ചിക സംവിധാനത്തിലെ അള്ളാഹുവിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു, അതിനെത്ര കണ്ട് അള്ളാഹു അതിന് ഉത്തരമായിക്കൊണ്ട് അവർക്ക് മഴ നൽകുമെന്നും ഒക്കെ പടച്ചതമ്പുരാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയും അള്ളാഹുവിന് പ്രവർത്തനക്ഷമമാക്കാൻ അവന്റെ ഈ പദ്ധതി പ്രകാരം സാധിക്കും. തീർച്ചയായിട്ടും കാറ്റുകളെ അയക്കുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് കാറ്റുകള് മേഘങ്ങളെ ഇളക്കി സ്കാറ്റേഡ് ആക്കുന്നു. എന്നിട്ട് അതിന്
അതിനെ ആകാശത്തിൽ വ്യാപിപ്പിക്കുന്നു, പലയിടങ്ങളിലായിട്ട് പരത്തുന്നു. കൈഫേശ, അവിടെ പ്രത്യേകമായിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് കൈഫേശ. അവൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വിധത്തിലാണ് മേഘങ്ങളെ അവൻ ആകാശത്തില് പലയിടങ്ങളിലായിട്ട് വ്യാപിപ്പിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നത്, എത്രത്തോളം മഴ ഓരോ ഇടങ്ങളിലും നൽകണം എന്ന അവന്റെ തീരുമാനവുമായിട്ട് ബന്ധമുണ്ടാവും. തീർച്ചയായിട്ടും എവിടെയൊക്കെ വരൾച്ച തന്നെ തുടരണം, എവിടെയൊക്കെ നല്ല സമൃദ്ധമായി മഴ ലഭിക്കണം എന്നതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം. പ്രാർത്ഥനകളുമായി ബന്ധമുണ്ടാവും, മനുഷ്യന്റെ എഫേർട്സുമായിട്ട് ബന്ധമുണ്ടാവും, അതുപോലെ മനുഷ്യൻ കാണിക്കുന്ന ഉദാരമനസ്കതയുമായിട്ട്. കാരണം ഔദാര്യം കാണിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ മഴ ലഭിക്കാൻ കാരണമാകും എന്നുള്ള സൂചന വിശുദ്ധ ഖുർആനിൽ കാണാം. അതുപോലെ മഗ്ഫിറത്ത് തേടുന്നതിന് അള്ളാഹു മഴ പകരമായിട്ട് നൽകും എന്ന സൂചന ഖുർആനിൽ കാണാം. പാപമോചനം തേടുന്ന സമൂഹത്തിന് അള്ളാഹു മഴ നൽകും എന്ന, അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മേഘങ്ങളെ ഏത് വിധത്തിൽ, എത്ര അളവില്, എവിടെയൊക്കെ എത്തുന്ന വിധത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് വ്യാപിപ്പിക്കണം എന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അവന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട്, അതിനുള്ള ടൂൾസ് ആയിട്ടാണ് നമുക്ക് ഈ കാറ്റുകളെ കാണാൻ സാധിക്കുക. അപ്പോ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തില് അവൻ ആകാശത്തില് മേഘങ്ങളെ വ്യാപിപ്പിക്കുന്നു. വയജാലുഹു കിസഫ, എന്നിട്ട് അതിനെ, ഈ മേഘങ്ങളെ അവൻ തുണ്ടങ്ങളായിട്ട് മാറ്റുന്നു. ആകാശത്തില് മേഘങ്ങളെ വ്യാപിപ്പിച്ചതിന് ശേഷം അതിനെ ചെറിയ ചെറിയ തുണ്ടങ്ങളാക്കി, കഷ്ണങ്ങളാക്കി മാറ്റുന്നു. എന്നിട്ട് തുടർന്ന് വീണ്ടും പറയുന്നത് ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് അതിന്റെ ഇടയിലൂടെ, ഈ മേഘങ്ങളെ തുണ്ടങ്ങളാക്കിയതിന്റെ ഇടയിൽ നിന്നായിട്ട് മഴത്തുള്ളികൾ അങ്ങനെ ഉതിർന്നു വീഴുന്നത് നിനക്ക് കാണാൻ സാധിക്കും. മഴ പെയ്യുന്ന ആ പ്രക്രിയ ആകാശത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയെന്നത് അള്ളാഹു ഒരു ഏകദേശ ചിത്രം വരച്ച് കാണിക്കുകയാണ്. ചിലയിടങ്ങളിൽ, മിക്കപ്പോഴും സമുദ്രത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കും ഈ മേഘങ്ങള് വല്ലാതെ ഘനീഭവിച്ച് ഒരു ഒറ്റ ഒന്നിച്ച് ഒരിടത്തായിട്ട് അങ്ങനെ നിലകൊള്ളുന്നുണ്ടാവുക. അതിനെ, കാറ്റിനെ അയച്ചിട്ട് പലയിടങ്ങളിലേക്കായിട്ട് ഇളക്കി വിടുകയും അതിനെ ചെറിയ തുണ്ടങ്ങളാക്കി മാറ്റുകയും, അങ്ങനെ കാറ്റടിക്കുമ്പോൾ അവയ്ക്കിടയിലൂടെ മഴത്തുള്ളികൾ ഉതിർന്നു വീഴുകയും ചെയ്യുന്ന വിധത്തില് അതിനെ കൈകാര്യം ചെയ്യണമെന്നാവും. ഏറ്റവുമേറെ ജലം ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നത് സമുദ്രത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് സമുദ്രത്തിന്റെ മുകളിൽ ഫോം ചെയ്യപ്പെടുന്ന ക്ലൗഡ്സ് അവിടെ തന്നെ പെയ്തിറങ്ങുകയാണെങ്കിൽ കരയില് വേണ്ടത്ര അതിന്റെ പ്രയോജനം ലഭിച്ചോളണമെന്നില്ല. അപ്പോ അത് എവിടെയൊക്കെയാണോ മഴയായിട്ട് വർഷിക്കേണ്ടത് എന്ന അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്റ് മുഖേന അവൻ ഈ മേഘങ്ങളെ പലയിടങ്ങളിലേക്കുമായിട്ട് ഇളക്കി വിടുകയും അതിനെ കഷ്ണങ്ങളാക്കി, തുണ്ടങ്ങളാക്കി മാറ്റുകയും അവയ്ക്കിടയിലൂടെ വൈകാതെ തന്നെ മഴത്തുള്ളികൾ ഉതിർന്നു വീഴുകയും ചെയ്യുന്നത് നിനക്ക് കാണാം. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അതീവ സുന്ദരമായ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ വളരെ ആകർഷകമായ, നമുക്ക് വലിയ കോരിത്തരിപ്പും ആനന്ദവും ഒക്കെ പകർന്നു തരുന്ന ഒരു ദൃശ്യാനുഭവമായിട്ട് നമുക്ക് ഈ സംഗതിയെ കാണാൻ സാധിക്കും. മേഘം ഒരിടത്ത് കൂടി നിൽക്കുന്ന, കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിനെ കാറ്റടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പലയിടത്തേക്കും എത്തിക്കുന്ന, പിന്നെ അതിന് ചെറിയ തുണ്ടങ്ങളാക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന, എന്നിട്ട് ആ മേഘത്തുണ്ടങ്ങൾക്കിടയിൽ നിന്നായിട്ട് മഴത്തുള്ളികൾ അങ്ങനെ ഉതിർന്നു വീഴുന്ന ഒരു കാഴ്ച, അത് വളരെ വിസ്മയകരമായ, വളരെ ചേതോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ഫൈദ അസ്വാബ ബിഹി മയ്യശ, അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വർഷിക്കപ്പെടുമ്പോ, ഭൂമിയില് അള്ളാഹു നിശ്ചയിച്ച ആളുകളുടെ മേൽ, അല്ലെങ്കിൽ ആളുകളുള്ള ഇടങ്ങളിൽ
അത് വർഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഫൈദ അസ്വാബ ബിഹി മയ്യശ, ആ മഴ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേല് വർഷിക്കാനിടയാവുമ്പോൾ മിൻ ഇബാദിഹി, തന്റെ അടിയാറുകളുടെ കീഴിൽ കൂട്ടത്തില് അള്ളാഹു ആർക്കൊക്കെ പ്രയോജനം ചെയ്യണം എന്ന വിധത്തിലാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്കൊക്കെയായിട്ട് ആ മഴ ലഭിക്കുമ്പോ, ആ മഴ വർഷിക്കുമ്പോ ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ ആഹ്ലാദഭരിതരായിട്ട് മാറുന്നു. ഇദാഹും യസ്തബ്ശിറൂൻ, അവര് പെട്ടെന്ന് ആ മഴ വർഷിക്കുന്നത് കാരണമായിട്ട് ആ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലെ ആളുകൾ ആഹ്ലാദഭരിതരാവുകയാണ്. മനുഷ്യൻ ഏറ്റവും ക്യുക്കായിട്ട് എക്സൈറ്റഡ് ആവുന്നതിന് കാരണമാവുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് മഴ വർഷിക്കുക എന്നുള്ളത്. ഏതൊരാളിലും എത്ര സളനായിട്ട് എത്ര വിഷാദത്തിൽ കഴിയുന്ന ആളാണെങ്കിൽ പോലും മഴ വർഷിക്കുന്നത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കാണാനിടയാവുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവും. അത് മനുഷ്യനെ വല്ലാതെ കോരിത്തരിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ അള്ളാഹു നിശ്ചയിച്ചത് ആർക്കാണോ, ആരൊക്കെയുള്ള പ്രദേശങ്ങളിൽ മഴ വർഷിക്കണം എന്നാണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്, ആ ആളുകളൊക്കെ അത് കാരണമായിട്ട് ആഹ്ലാദഭരിതരാകുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ആഹ്ലാദം മഴ കൊണ്ടൊന്നുമല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു തുടർന്ന് പറയുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, നേരത്തെ ഈ മഴ അവരുടെ മേല് വർഷിച്ച് തുടങ്ങുന്നതിന്റെ മുമ്പ് അവര് ആ വല്ലാത്ത നിരാശയിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലി ലമുബ്ലിസീൻ, നേരത്തെ അവര് വലിയ നിരാശയിലും വിഷമത്തിലും ഒക്കെയായി കഴിഞ്ഞിരുന്ന ആളുകളാണ്. അവരിലാണ്, അവര് ജീവിക്കുന്ന പ്രദേശത്താണ് മഴ വർഷിച്ചുകൊണ്ട് അള്ളാഹു അവരെ ആനന്ദ തുന്തിലരാക്കി മാറ്റുന്നത്. അവർ പെട്ടെന്ന് തന്നെ എക്സൈറ്റഡ് ആയി മാറുക. ഈ ഒരു കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടക്ക് ഈ അറബി വാചകത്തില് ഒരു പാരന്തറ്റിക്കൽ ക്ലോസ് കാണാൻ കഴിയും. വഇൻ കാനൂ മിൻ ഖബ്ലി ലമുബ്ലിസീൻ എന്ന് പറഞ്ഞതിനിടക്കായിട്ട് അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി എന്ന വിധത്തില്, അല്ലെങ്കിൽ വഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ എന്ന ആ എക്സ്പ്രഷന്റെ അകത്തായിട്ട് അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം എന്നൊരു വാചകം, ഇത് അവർക്ക് പെയ്തിറങ്ങുന്നത് വരെ, അതിന്റെ മുമ്പ് നേരത്തെ അവര് നിരാശയിലായിരുന്നു. ഇപ്പൊ ഇവിടെ രണ്ട് ഖബൽ എന്ന പ്രയോഗം കാണാൻ കഴിയും. മിൻ ഖബൽ എന്നത് 2 തവണ വരുന്നത്. അത് ഒന്ന് വഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ എന്ന ഒരു അടിസ്ഥാന വാചകവും മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം, ഈ മഴ അവർക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് വർഷിക്കുന്നതിന്റെ മുമ്പായിട്ട് എന്നത് അതിനകത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫ്രേസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എക്സ്പ്രഷൻ ആണ് എന്നും കാണാൻ സാധിക്കും. വഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ എന്ന് പറഞ്ഞാൽ തന്നെ വാചകം പൂർണ്ണാണ്. പക്ഷെ ഇവിടെ ഒരു ആശയം കൂടി അതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ മഴ വർഷിക്കുന്നതിന് മുമ്പായിട്ട്, നേരത്തെ അവര് വലിയ നിരാശയിലായിരുന്നു. പ്രകൃതി വരണ്ടുണങ്ങിയ അവസ്ഥയിൽ വെള്ളം വറ്റി കുടിവെള്ളം പോലും ഇല്ലാതെയായി മാറിയൊക്കെ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ നിരാശയിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു അവർ. ഇനി അതൊന്നുമല്ല, കുടിക്കാനും ജീവിതാവശ്യങ്ങൾക്കും ഒക്കെ വേണ്ട വെള്ളം ലഭ്യമായിരുന്നു എങ്കിൽ പോലും അന്തരീക്ഷം അങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യന് ജീവിതം വളരെ ദുസ്സഹമായിട്ട് അനുഭവപ്പെടുന്ന, അതിന് കാരണമാകുന്ന വിധത്തിലുള്ള വരണ്ടുണങ്ങിയ ചുട്ടുകൊള്ളുന്ന കാലാവസ്ഥയായിരുന്നു. വെള്ളമൊക്കെ ആവശ്യത്തിന് ലഭ്യമാണ്, പക്ഷെ
കാലാവസ്ഥ കുറച്ച് കഠിനമായിട്ട് ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, ഈ അവസ്ഥയിൽ പെട്ടെന്ന് അള്ളാഹു ഒരു പ്രദേശത്ത് മഴ വർഷിക്കുമ്പോൾ ആളുകൾ ആഹ്ലാദഭരിതരായി മാറുകയാണ്. അള്ളാഹുവാണ് അവർക്ക് ആ ആഹ്ലാദം നൽകുന്നത്. നേരത്തെ അവര് നിരാശയിലായിരുന്നു. പക്ഷെ മനുഷ്യന് അത് സമ്മതിക്കാനൊക്കെ മടിയായിരിക്കും. ഒന്നോ രണ്ടോ മഴ പെയ്തു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു ഭാവം മനുഷ്യൻ കാണിക്കുന്ന കാര്യം. സ്വല്പം ചൂട് കൂടി പോവുകയോ പ്രയാസകരമായ ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്താൽ അവരൊക്കെയും വലിയ വിഷമവും നിരാശയും ഒക്കെ കാണിക്കുന്ന, അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ടാകും അങ്ങനെ. പക്ഷെ മഴ വർഷിച്ച് കിട്ടുമ്പോ അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്ർ തോന്നുന്ന ഒരു മനസ്ഥിതി ഉണ്ടാവുക എന്നത്, അത് കാണിക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ലുപ്താണ്, വല്ലാത്തൊരു പിശുക്കാണ്, മടിയാണ്. അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ ഒരുക്കങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു റഹ്മത്താണ് ഈ മഴ. കാറ്റിനെ അയച്ച് മേഘങ്ങൾ ഉള്ളിടത്തുനിന്ന് അതിനെ തള്ളിക്കൊണ്ടുവന്ന് അതിനെ തുണ്ടങ്ങളാക്കി അവയ്ക്കിടയിലൂടെ മഴത്തുള്ളികൾ അങ്ങനെ ഇറ്റി വീഴാൻ സാഹചര്യം ഒരുക്കിയത് അള്ളാഹുവിന്റെ കൃത്യമായ ഒരു നടപടിയാണ് എന്ന കാര്യം അംഗീകരിച്ച് വകവെച്ചു കൊടുക്കാനും മനുഷ്യന് എന്തോ ഒരു പ്രയാസവും വിഷമമൊക്കെയാണ്. അത് അംഗീകരിക്കാനും മനുഷ്യൻ കൂട്ടാക്കുന്നില്ല. അതിന്റെ പേരിൽ ഒരു അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക എന്നത് മനുഷ്യന് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് അവരുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ സംവിധാനങ്ങളെ ഉൾക്കൊള്ളാൻ വളരെ തെളിമയുള്ള ദൃഷ്ടാന്തമായിട്ട് ഈ മഴ വർഷിക്കുന്ന പ്രക്രിയയെ, കാറ്റിനെ അയച്ചുകൊണ്ട് മേഘങ്ങളെ പലയിടങ്ങളിലേക്കായിട്ട് ചിതറിക്കൊണ്ടുപോകുന്നതും എന്നിട്ട് അവയെ പിളർത്തി കഷ്ണങ്ങളാക്കി അവയ്ക്കിടയിലൂടെ മഴത്തുള്ളികൾ വീഴാൻ സാഹചര്യം ഒരുക്കുന്നതുമൊക്കെ വളരെ വിശിഷ്ടമായ, വളരെ ശ്രദ്ധേയമായ, ദൈവിക സാന്നിധ്യം വിളിച്ചു ഓതുന്ന, നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളാണ് എന്നത് കാണാൻ യാതൊരു പ്രയാസവും ഇല്ല. അതിന് സന്നദ്ധതയുള്ള ഒരു മനസ്സ് ഉണ്ടാവുക മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോ പ്രവാചകന്മാര് കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾ പോലെ തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ പുറകിലുള്ള സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ മനുഷ്യന് വളരെയേറെ ഉപകരിക്കുന്നതാണ് ഈ പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ. പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളെ പോലെ തന്നെ മനുഷ്യനും പ്രയോജനകരമായതാണ് ഇതും എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കേൾപ്പിക്കാം. ഇസ്ലാം ഉപയോഗിക്കുന്നത് കാലാകാലങ്ങളിലായി അമ്മമാർ ഭൂതത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് കുഞ്ഞുങ്ങളെ പണ്ടൊക്കെ അനുസരിപ്പിക്കുന്ന അതേ തന്ത്രങ്ങളല്ലേ കുടുംബങ്ങളിൽ അമ്മമാർ ചെയ്തിരുന്നത്? ഇസ്ലാമിൽ മദ്രസകളിലൂടെ നരകഭീതി പരത്തി ആസൂത്രിതമായി ചെയ്യുന്നുവെന്ന് മാത്രം. ഇതല്ലേ ശരി എന്ന്? ഇതല്ല ശരി. അതിൽ കൂടുതലൊന്നും തൽക്കാലം അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്ന്, ചിന്മയ വീണ്ടും ചോദിച്ചതാണ് സത്യം, അതുപോലെ ധർമ്മം, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കർമ്മങ്ങൾ തെറ്റായാൽ അതിന്റെ ഫലം ഇവിടെ തന്നെ ലഭിക്കും. ഒന്നുകിൽ സ്വയം അനുഭവിക്കും, അല്ലെങ്കിൽ പിൻഗാമികൾ അനുഭവിക്കുക, അതും അല്ലെങ്കിൽ പുനർജന്മത്തിൽ അനുഭവിക്കും. പക്ഷെ രക്ഷയാണ്, മോക്ഷമാണ് അന്തിമം. ഇതാണ് ചിന്മയ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്വൈത കർമ്മ സിദ്ധാന്ത ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തില് മനുഷ്യര് ജീവിക്കേണ്ടതുണ്ട്.
കർമ്മങ്ങള്, തെറ്റായ കർമ്മങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലം ഇവിടെ തന്നെ ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒന്നുകിൽ അയാൾ തന്നെ അനുഭവിക്കും, അല്ലെങ്കിൽ അയാളുടെ പിൻഗാമികൾ അനുഭവിക്കും എന്നൊക്കെ. അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന കാര്യം ഒരു 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 മൂഢമായ ഒരു കാര്യമാണ്, ഒരു അബദ്ധജടിലമായ ഒരു കാര്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഏതൊരു കാര്യത്തിനു വേണ്ടിയുള്ള, ഇപ്പൊ നമ്മൾ ഒരു നന്മ ചെയ്തതിനുള്ള ഒരു റിവാർഡായിട്ട് നമുക്ക് വല്ലതും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആ നന്മക്കുള്ള റിവാർഡാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മനസ്സിലാകാതെയാണ് നമുക്ക് ഒരു റിവാർഡ് ലഭിക്കുന്നതെങ്കിൽ അത് റിവാർഡല്ല, അതൊരു പ്രതിഫലമല്ല. അതുപോലെ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നത് നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. നമുക്ക് കൃത്യമായ ബോധ്യം അത് സംബന്ധമായിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ശിക്ഷയാവുന്നില്ല, അത് നമ്മൾ നേരിടുന്ന ഒരു ദുരിതമേ ആകുന്നുള്ളൂ എന്നതാണ് വസ്തുത. അപ്പോ ഇദ്ദേഹം പറയുന്ന ഈ തത്വദർശനം അനുസരിച്ച്, ഈ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യൻ നിരന്തരം പല പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം പല ശിക്ഷകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തിന്റെ പേരിലാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത്, എന്തിന്റെ പേരിലാണ് ഈ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നതൊന്നും അയാൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അത് വേറെ എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആശയവും ഒരു സിദ്ധാന്തവും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം അതൊരു പേർപ്പസും സെർവ് ചെയ്യുന്നില്ല. അതല്ലാത്ത ചിലരെയൊക്കെ അടിച്ചൊതുക്കി ഇരുത്താൻ, ചിലരുടെയൊക്കെ ജീവിത ദുരിതങ്ങള് ഈ മേലാളന്മാരുണ്ടാക്കി തീർത്തതായിരിക്കുമല്ലോ. അപ്പൊ അവര് പ്രതിഷേധിക്കാതിരിക്കാൻ വേണ്ടി അത് നിങ്ങളുടെ കർമ്മഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വായടപ്പിക്കാൻ ഒക്കെയാണ് അത് ഉപകരിക്കുക. അപ്പോ ഈ സിദ്ധാന്തം, ചിന്മയ പറയുന്ന ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് തന്നെ ഈ സവർണ ജാതി മേധാവിത്വത്തെ സംരക്ഷിക്കുന്നതിനും താങ്ങി നിർത്തുന്നതിനൊക്കെ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതും ദൈവിക മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ദൈവിക മതത്തില് പിൽക്കാലത്ത് ഏതോ വക്രബുദ്ധികള് കുത്തിത്തിരികി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആവുള്ളൂ. അതുമല്ലെങ്കിൽ പുനർജന്മത്തില് അനുഭവിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളല്ലെങ്കിൽ അയാളുടെ ആ പിന്മുറക്കാരൻ അനുഭവിക്കും എന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ ചെയ്ത ആ അബദ്ധത്തിന്റെ പേരിൽ എന്റെ പിന്മുറക്കാരൻ, എന്റെ മക്കളും അതുപോലെ പേരമക്കളും ഒക്കെ ദുരിതം അനുഭവിക്കുക എന്ന് പറയുന്നതിൽ വളരെ പ്രകടമായിട്ട് തന്നെ ഒരു അനീതിയുണ്ട്. അത് അനുഭവിക്കേണ്ടി വരുന്നവർക്ക് അത് ഏറ്റുവാങ്ങേണ്ട വിധത്തിലുള്ള യാതൊരു ഉത്തരവാദിത്വവും യഥാർത്ഥത്തിലില്ല. മാത്രമല്ല അവർക്ക് അത്തരം അനീതികള്, അക്രമങ്ങള് ചെയ്യുന്ന ആളുകളായി മാറാതിരിക്കാനുള്ള ഒരു അവസരവും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇതുമല്ലെങ്കിൽ പുനർജന്മത്തിൽ അനുഭവിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. പുനർജന്മത്തിൽ അനുഭവിക്കുന്നതിന്റെ കാര്യവും ഇതുപോലെ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇപ്പോ ചിന്മയും ഞാനും ഒക്കെ ഉള്ളത് ഏതോ ഒരു ജന്മത്തിലാണല്ലോ. അപ്പോ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ കാരണം പൂർവ്വജന്മങ്ങളായിരുന്നുവെങ്കിൽ അത് നമുക്ക് അറിയാൻ കഴിയേണ്ടതുണ്ട്. അത് അറിയുന്നില്ലെങ്കിൽ അത് വ്യാജമായിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ആളുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആശയങ്ങൾ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറയുന്നത് അന്തിമമായിട്ടുണ്ടാകാൻ പോകുന്ന രക്ഷയാണ്, മോക്ഷമാണ് എന്നാണ്. ഈ അന്തിമമാണ്, തുടക്കാണ്, മധ്യത്തിലാണ് എന്നൊക്കെ തീരുമാനിക്കൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മോക്ഷം ലഭിച്ചിട്ടുണ്ട് എന്നത് ആരുടെ കാര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? മോക്ഷം ലഭിക്കുമ്പോ അത് മോക്ഷമാണ്, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അന്തിമമായി മോക്ഷം എന്ന് പറയുന്ന ഈ ആശയം തന്നെ മനുഷ്യൻ അത് ബോധ്യപ്പെടാൻ ഒരവസരം ഇല്ലാത്തിടത്തോളം കാലം അത് വളരെ അബദ്ധജടിലമായ ഒരാശയമാണ്. അതിനേക്കാളൊക്കെ എത്രയോ സുതാര്യതയുള്ള ഒരു കാര്യമാണ് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്ന മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് അത് അവസാനിക്കുന്നതോടെ അവന്റെ
കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയും ശിക്ഷയും ഒക്കെ തീരുമാനിക്കപ്പെടുന്നു. അത് താൻ എന്തിന്റെ പേരില് രക്ഷ അനുഭവിക്കുന്നു, എന്തിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിചാരണ പ്രക്രിയയിലൂടെ അവന് ബോധ്യപ്പെടുകയും ചെയ്യും എന്നതാണ് ഇസ്ലാം പറയുന്ന കാര്യം. അതാണ് സത്യമാവാൻ സാധ്യതയുള്ള ഒരേ ഒരു സംഗതി. ബാക്കി നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബദ്ധമേ ആവും. കാരണം അത് മനുഷ്യനൊരു നിലക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് ബോധ്യപ്പെടാൻ ഒരു അവസരം നൽകുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. അത് ഇപ്പൊ തന്നെ ബോധ്യപ്പെടാൻ അവസരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. കാരണം ഈ ജീവിതം തന്നെ നിങ്ങളുടെ പല ജീവിതങ്ങളിൽ ഒരു ജീവിതമായിരിക്കുമല്ലോ. അപ്പൊ ഈ ജീവിതം ഇങ്ങനെയായത് എന്തുകൊണ്ടാണ് എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്കോ എനിക്കോ പറ്റുന്നുണ്ടോ? ഇല്ലാത്തിടത്തോളം കാലം ഒരിക്കലും അത് നമ്മളെ ബോധ്യപ്പെടുത്തപ്പെടുന്നില്ല എന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആ ചോദ്യം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ചിന്മയുടെ മറ്റൊരു നിരീക്ഷണം, ദൈവികമായ ആത്മാവ് അനന്തകാലം നരകത്തിൽ കത്തും എന്ന് എങ്ങനെ കരുതാൻ കഴിയും എന്നാണ് ചിന്മയ ചോദിക്കുന്നത്. ദൈവികമായ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവികമല്ലാത്തതായിട്ട് യാതൊന്നും ഇല്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. മനുഷ്യന്റെ ആത്മാക്കളും അങ്ങനെ തന്നെയാണ്. അതിൽ പാപികളായവർക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അനന്തമായിട്ട് നരകത്തിൽ കഴിയേണ്ടവരും ഉണ്ടാകും. അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ആരാണ് അനന്തമായിട്ട് കഴിയാൻ വേണ്ട അതിനു വേണ്ട പാപങ്ങള് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നതൊക്കെ. അപ്പോ നരകത്തില് അത് എന്നല്ല, എന്തും കത്തുമല്ലോ. നരകത്തിന് പല ഇന്ധനങ്ങളും ഉണ്ട്. കല്ലുകളും മനുഷ്യരുമാണ് നരകത്തിന്റെ ഇന്ധനം എന്ന് ഖുർആനിലൊരിടത്ത് പറയുന്നത് കാണാൻ കഴിയും. എന്തായാലും അത് ദൈവം സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അത് ദൈവത്തിന്റെ അംശമാണ് എന്ന് സങ്കല്പിക്കുന്നത് ഇസ്ലാമികമായ ഒരു ആശയമല്ല. ദൈവം സൃഷ്ടിക്കുകയാണ്, ദൈവത്തിന്റെ കൽപ്പന നടപ്പിലാക്കുകയാണ് എന്നല്ലാതെ അത് ദൈവത്തിന്റെ ഒരു അംശമാണ്, അതുകൊണ്ട് ഒരു മനുഷ്യനെ നരകത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ദൈവത്തിന് തന്നെയാണ് എന്ന വിധത്തില് ആലോചന കൊണ്ടുപോകുന്ന, അതിനൊരു അവസരം നൽകുന്ന വിധത്തിലല്ല ഇത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ വിശദീകരണം. മറ്റൊന്ന്, അറബി സംസ്കാരം, അറബി ഭാഷ, അറബി രാജ്യ സാമ്രാജ്യത്വ മോഹങ്ങൾ ഇവയുടെ പ്രചാരണത്തിനല്ലേ ഇസ്ലാമിനെ നിലനിർത്തുന്നത് എന്നാണ് ചിന്മയ പറയുന്നത്. നിങ്ങൾ ചരിത്രം വായിച്ച് പഠിച്ചു നോക്കൂ, അപ്പോ മനസ്സിലായിക്കോളൂ. പിന്നെ വേറൊരു ചോദ്യം, സ്വന്തം പിതാവിനെ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രപഞ്ചം സൃഷ്ടിച്ച ആളിന്റെ പിഴവല്ലേ? എന്നിട്ട് നീ വിശ്വസിച്ചില്ല എങ്കിൽ നരകത്തിൽ പൊരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഞാൻ ഒരു താരതമ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത് സ്വന്തം വാപ്പയല്ലാത്ത, പിതാവല്ലാത്ത ഒരാളെ ഒരു കുട്ടി അച്ഛ അല്ലെങ്കിൽ വാപ്പ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് എത്രത്തോളം അസ്വസ്ഥജനകമാണ് എന്ന വിധത്തിലൊരു വിശദീകരണം നൽകിയിരുന്നു ഞാൻ. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രപഞ്ചം സൃഷ്ടിച്ച ആളിന്റെ പിഴവല്ലേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഈ ചിന്മയുടെ ഈ ചോദ്യം അടിസ്ഥാനരഹിതമാണ്. ശുദ്ധ പ്രകൃതത്തില് ഏത് മനുഷ്യനും സ്വന്തം സ്രഷ്ടാവിനെ തിരിച്ചറിയും. അതിന് പിന്നീട് ആളുകളുടെ മനസ്സില് വ്യാജമായ പലതും പഠിപ്പിക്കപ്പെട്ട് അത് വളരെ അടിസ്ഥാനരഹിതമായ സംഗതികൾ ഫീഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾക്ക് ദൈവത്തെ നിഷേധിക്കുന്നവരായി മാറാൻ സാധിക്കുന്നത്. ശുദ്ധമായ പ്രകൃതത്തില് ഒരു വിദ്യാഭ്യാസവും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ഈ വിധത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ ആസൂത്രിതമായി തന്നെ ക്രമപ്രവൃത്തമായി നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ
അത്തരം ആളുകളോട് ഇപ്പോ ആദിവാസി സമൂഹത്തിലൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും, വിദ്യാഭ്യാസ ലോകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിവിലൈസ്ഡ് വേൾഡിലേക്ക് വരേണ്ടി വരുന്നില്ലാത്ത വിധത്തിൽ ജീവിക്കുന്ന ആളുകൾ. അവരൊന്നും തന്നെ പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ നിഷേധിക്കുന്നവരായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇത് ശുദ്ധമായ ദൈവികമായി നൽകപ്പെട്ട പ്രകൃതമുണ്ട് മനുഷ്യന്. ആ പ്രകൃതത്തില് അച്ഛനും അമ്മയും സമൂഹവും വിദ്യാഭ്യാസവും രാഷ്ട്രവും ഒക്കെ ഇടപെട്ട് അതിനെ മലിനമാക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യന് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ ബോധ്യപ്പെടാത്ത ഒരവസ്ഥയുള്ളത്. അതുപോലെ ഈ മക്കൾക്ക് പിതാവിനെയും പിതാവിന് മക്കളെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ജന്മപരമായ ഒരു വാസനയും ഒരു സാധ്യതയൊക്കെ പരിമിതമായ അളവിലാണെങ്കിലും അവരുടെ പ്രകൃതത്തിൽ നിക്ഷിപ്താണ്. അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും അത് നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കും. ഈ മക്കൾക്ക് പിതാവിനെ തിരിച്ചറിയാൻ കഴിയുക എന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്ന എളുപ്പമായ ഒരു കാര്യമാണ്. എങ്കിലും അതിനേക്കാളും എത്രയോ സാധ്യതയുള്ള വിധത്തിലാണ് മനുഷ്യ പ്രകൃതത്തില് പ്രപഞ്ച സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ള കഴിവ് നിക്ഷിപ്തമാണ് എന്നത് മനസ്സിലാക്കാനും അത് അച്ഛനും മകനും തിരിച്ചറിയുന്നതിനേക്കാളൊക്കെ ഒരുപാട് സാധ്യതയുള്ള, ഒരുപാട് സ്വാഭാവികതയുള്ള ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. അതില് മറ്റുള്ളവരെ ഇടപെട്ട് അവരെ കണ്ടീഷൻ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവാറുള്ളൂ എന്നത് ആണ് വസ്തുത. പിന്നെ ഹമീദ് മേത്തറുടെ ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിരുന്നത്, സത്യം എന്നത് അനുഭവിക്കാൻ കഴിയുന്നതും തെളിയിക്കാൻ കഴിയുന്നതുമല്ലേ എന്നൊക്കെയാണ്. അത് ഒരു അവ്യക്തത ഉള്ളതായതുകൊണ്ട് ഞാൻ വിടുകയാണ്. പിന്നെ ആകെ അസ്വാഭാവികത തന്നെ എന്ന് ചിന്മയ പറയുന്നത് കാണാം. അത് അദ്ദേഹത്തിന്റെ ഒരു വിരളി പിടിക്കലോ പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും പ്രകൃതിപരമായി മനുഷ്യന് പടച്ച തമ്പുരാനെ കണ്ടെത്താനും തിരിച്ചറിയാനുമുള്ള ഒരു സാധ്യത അവനുമായി ബന്ധപ്പെട്ട സകല സംഗതികളിലും നിക്ഷിപ്തമാണ് എന്നതൊരു വസ്തുതയാണ്, നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാം സത്യമാണ് എന്നതിന് സാക്ഷ്യം ഖുർആനാണ് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പ്രസ്താവന എങ്ങനെ ശരിയാകും? കാരണം ഖുർആനിലെ വചനങ്ങളും അതേ മുഹമ്മദ് നബിയല്ലേ അവതരിപ്പിച്ചത്. അത്തരം സാക്ഷ്യം ലോജിക് അനുസരിച്ച് എങ്ങനെ സ്വീകാര്യമാകും എന്നതാണ്. ആരെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന നടത്തി എന്ന് കരുതിയിട്ട് ഭൂമുഖത്ത് ആരെങ്കിലും അത് അങ്ങ് ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യും? വളരെ കണിശമായ നിശിതമായ വിമർശനത്തിനും വിലയിരുത്തലിനൊക്കെ വിധേയമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ അംഗീകരിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പടച്ച തമ്പുരാൻ ദൈവിക ദൃഷ്ടാന്തങ്ങൾ നൽകുന്നതും. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഒരു വാദം വന്ന് നടത്തിയാൽ ആളുകൾ അത് കീറി മുറിച്ച് പരിശോധിക്കും. എന്നിട്ട് മാത്രമേ അത് സ്വീകരിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുകയുള്ളൂ. പ്രവാചകന്മാരുടെയും കാര്യത്തില് അങ്ങനെ തന്നെ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. എന്നല്ല, സത്യം ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പോലും അത് തള്ളിക്കളയുന്ന പല താല്പര്യക്കാരും സ്വാർത്ഥന്മാരും ഒക്കെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടുതലും ഉള്ളത് എന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം ശരിയാണ്, ഖുർആൻ അതിന് പിൻബലമാവുന്നത് സ്വീകാര്യമാവുന്നില്ല, കാരണം അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെയാണല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ ഒരു കാരണത്താൽ മാത്രമല്ല നമ്മളാരും ഖുർആൻ ദൈവികമായ ഗ്രന്ഥമാണ് എന്ന നിലക്ക് അംഗീകരിക്കുന്നത്. ഇനി വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഖുർആനകത്ത് തീർത്തും വ്യാജമായ ഒരു വാചകം ചേർത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ കൊടുത്തിട്ട് അത് സ്വീകരിക്കുമെന്നൊന്ന് നോക്കൂ. അപ്പോൾ മനസ്സിലാവും ഇത് വ്യാജമായ ഒരു ആശയമാണ് എന്ന ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നത്.
ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്ന കാരണത്താൽ അതാരും സത്യമാണ് എന്ന് പറയാറില്ല. മനുഷ്യന് അത് തിരിച്ചറിയാന്, വിലയിരുത്താന്, വിമർശന ബുദ്ധിയ പഠന വിധേയമാക്കാനൊക്കെയുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കാലാവസ്ഥ വളരെ രൂക്ഷമായിട്ടാണ് കാണപ്പെടുന്നത്. ശബ്ദം വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഓഡിബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഹൃദാവാന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.